അമ്മ നിന്നെ സ്നേഹിച്ചപ്പോ നിനക്ക് സംശയം തോന്നിയില്ലേ കാർത്തു? അതുപോലെ തന്നെ ഇപ്പൊ അമ്മയുടെ കാര്യവും. നിന്നെ ഞാൻ സ്നേഹിക്കുന്നതും കുറ്റമായിപ്പോയി. അത് ഞാനൊരു കുറ്റമായിട്ട് കാണുന്നില്ല. എന്നാലും ഇന്നലെ അതിരാവിലെ വന്നത് കണ്ടില്ലേ? എല്ലാവരും പരസ്പരം സ്നേഹിച്ചു കഴിയണമെന്നാ എന്റെ ആഗ്രഹം. വീട്ടിനകത്ത് വെറുതെ വഴക്കുണ്ടാവാൻ പാടില്ല. ആ, അതുകൊണ്ട് തന്നെ ഞാൻ മാറിയത്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാവർക്കും എന്നെ സംശയോ. എനിക്കിപ്പോ സംശയമൊന്നുമില്ല. കാർത്തു ഈ സാരിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആവണം. കാർത്തുവിന് പറ്റിയ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിത്തരാം. എനിക്ക് സാരിയാ ഇഷ്ടം, അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും. അതൊക്കെ നീ ശീലിച്ചു പോയതുകൊണ്ട് തോന്നുന്നതാ. കുറച്ചുകൂടി ഫ്രീ ആയ വേഷങ്ങൾ ധരിക്കണം. നിനക്ക് പിന്നെ വലിയ തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ബോറായിരിക്കില്ല. സാറിനും സാരിയാ ഇഷ്ടം. ഉള്ളത് പറയാലോ, അവനൊരു പഴഞ്ചനാ. അതുകൊണ്ടാ നിന്നെ കൊണ്ട് നല്ല ഡ്രസ് ഒന്നും ധരിപ്പിക്കാത്തത്. ആ പിന്നെ, നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയോ കാർത്തു? അയ്യോ ഇല്ല. ആ കൊള്ളാം. ഇന്നത്തെ കാലത്ത് സ്കൂട്ടർ ഓടിക്കാൻ അറിയാത്ത പെൺകുട്ടികളുണ്ടോ? എനിക്ക് പേടിയാ. പേടിക്കണ്ടെന്നേ. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സംഘടിപ്പിക്കാം, എന്നിട്ട് തന്നെ പഠിപ്പിക്കാം. വേണ്ട, ഇന്ന് തന്നെ ഒരു സ്കൂട്ടർ വാങ്ങണം, സെക്കൻഡ് ഹാൻഡ്. നിനക്കാണോ? എനിക്കല്ല, കാർത്തൂനെ സ്കൂട്ടർ പഠിപ്പിക്കണം. നിനക്കെന്താ വട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അവളെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാക്കാനാ എന്റെ ശ്രമം. അതിന് ഞാനെന്തിനാ സ്കൂട്ടർ എടുക്കുന്നേ? അവക്ക് സ്കൂട്ടർ പഠിക്കണമെങ്കിലേ അരുണല്ലേ എടുത്തു കൊടുക്കണ്ടേ? ദേ, അവൾക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അമ്മ ഒരു മാല കൊടുത്തു, മുത്തച്ഛനൊരു നെക്ലസ് കൊടുത്തു. ഇനി നമ്മളൊരു നക്കാപ്പിച്ച സ്കൂട്ടർ കൊടുക്കുന്നു. സെക്കൻഡ് ഹാൻഡ് ആവുമ്പോ ഒന്ന് തട്ടോ മുട്ടോ ചെയ്താലും കുഴപ്പമില്ലല്ലോ. അവള് പഠിച്ചു കഴിഞ്ഞാ പുതിയത് എടുത്തു കൊടുക്കാം. ആര്? നമ്മള് തന്നെ. 1.5 പവൻ വിറ്റാ തന്നെ ഒരു പുതിയ സ്കൂട്ടർ കിട്ടുമല്ലോ. അത് വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ പോലെ തന്നെ കുറച്ച് പിശുക്കുള്ള കൂട്ടത്തിലാ നീയും. പിന്നെ ഇപ്പൊ എന്താ നിനക്ക് പറ്റിയത്? അതേ പറ്റിയൊന്നും അന്വേഷിക്കണ്ട, പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. ദേ, അനന്തുവേട്ടൻ എന്റെ ആഗ്രഹം നടത്തി തന്നില്ലെങ്കിലേ എനിക്കറിയാം ഒരു സ്കൂട്ടർ മേടിക്കാൻ. എടി, സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തോളെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചിട്ട് അവക്ക് പുതിയ വണ്ടി മേടിച്ചു കൊടുക്കാൻ പോകുന്നു. അല്ല, ഇതിപ്പോ നിനക്കാണോ അപ്പച്ചിക്കാണോ പ്രശ്നം? ആരെയാ ശരിക്കും ഡോക്ടറെ കാണിക്കണ്ടേ? ഞാൻ പറഞ്ഞത് പറ്റൂ ഇല്ലയോ എന്ന് പറ. നീ വേണ്ടാത്ത വയ്യാവേലി ഒന്നെടുത്ത് തലേ വെക്കല്ലേ. എല്ലാരും 1 by 1 ആയിട്ട് അവളെ സ്നേഹിക്കുക. അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇനി എപ്പോഴാ അവളെ ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെക്കുന്നതെന്നറിയില്ല. അമ്മയും മോളും കൂടിയുള്ള കളിയാണോ ഇത്? ആണെങ്കിൽ അനന്തുവേട്ടൻ അത് വൈകാതെ കാണാലോ. ഇപ്പൊ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ആരോടും പറയാതെ എങ്ങോട്ട് പോയിട്ട് മനുഷ്യനായിട്ട് വട്ടം കറക്കി. അല്ലടി, ഞാൻ നിനക്കൊപ്പം താമസിച്ച് വെച്ച് വിളമ്പി തരാ. ഞാൻ അനാഥ മന്ദിരത്തിലേക്ക് പോയതേ ആരെയും ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. എന്നാലേ എന്റെ മോൻ എന്നെ വന്ന് വിളിച്ചു. അവനാണാണടി. അമ്മ എത്ര ദുഷ്ടയാണെങ്കിലും മക്കള് ജീവിച്ചിരിക്കുമ്പോ അമ്മ അനാഥാലയത്തിൽ കിടന്ന് മരിക്കാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള കൂട്ടത്തില് കണ്ണൻ. അല്ലാതെ അവിടെ ഒരുത്തനുണ്ടല്ലോ, അവനെ പോലെ അല്ല. ഇത്രയും കാലം അവനെപ്പം തന്നെ ആണല്ലോ കഴിഞ്ഞത്. അയ്യോ, കഴിഞ്ഞു. അയ്യോ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ജോലി ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു. എന്തൊരു കഷ്ടപ്പാടായിരുന്നടി. അല്ലടി, ഇപ്പൊ ആരാ അവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നത്? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? എല്ലാം എനിക്കറിയാടി. നിന്റെ മുഖത്തെ വിളർച്ച കാണുമ്പോ തന്നെ എനിക്ക് ഊഹിക്കാം. ഇരുട്ട് വെളുക്കോളം ജോലി ചെയ്ത് നിന്റെ നടു ഒടിഞ്ഞെന്ന്. എന്റെ പേരിലുള്ള തറവാടായിരുന്നു. അവസാനം എന്നെ തൊഴുത്തിനകത്ത് കിടത്തി. ഇതെല്ലാം മുകളിലൊരാള് കാണുന്നുണ്ടടി. ഇനി അവിടുന്ന് പുറത്താകാൻ പോകുന്നതേ അമ്മയെ ദ്രോഹിച്ച മകനാ. വല്ലവന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടോണ്ട് നടക്കുന്നവള് ഉടനെ തന്നെ അവനെ തൊഴിച്ച് വെളിയിലിറക്കും. അത് 3 തരം. ഇനിയുള്ള കാലം ഞാൻ മനുഷ്യന്മാരെ പോലെ ജീവിക്കും. സുധേ, കാശ് ചില്ലറയൊന്നും അല്ല ചിട്ടി കമ്പനി കൊണ്ടിട്ടത്. അന്നേ കണ്ണം പറഞ്ഞതാ വേണ്ടാന്ന്.
അമ്മാച്ചനെ അനന്തരവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെ പലരും കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാനായിട്ട് പല തവണ ചിട്ടി കമ്പനി പോയി. അവിടെ ഒരുത്തനുമില്ല. നിങ്ങളാണെങ്കിൽ കാണുമ്പോ മുഖം തിരിച്ചു നടക്കുകയും ചെയ്യും. എല്ലാം കർണേട്ടൻ ഉണ്ടാക്കിയ കടവല്ലേ ഏട്ടാ. അവൻ കടമുണ്ടാക്കിയതേ നിനക്ക് നിന്റെ മൂക്കും കൂടി ദൂർത്തടിക്കാനായിരുന്നു. ഇവളുമാരുടെ കയ്യിൽ നിന്ന് തന്നെ അത് ഈടാക്കണം സോമ. ഞാൻ എവിടെ നിർത്തിട്ട് തരാനാ? എവിടുന്നായാലും തരണം. അല്ലെങ്കിൽ വീടിനകത്തേ പണം തന്നൊരു കയറി നിരങ്ങും. വലിയ പത്രാസിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. ദേ, കഴുത്തിലും കാതിലും കയ്യിലും കിടക്കുന്നത് വിറ്റാ മതി. കുറച്ചു പേരുടെ കടം തീർക്കാം. എന്തായാലും തരാനുള്ളത് തരണം. നോക്കാം. ഈ രീതി മുന്നോട്ട് പോയില്ലെങ്കിലേ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വാങ്ങിക്കാനേ അറിയൂ, കൊടുക്കാനറിയില്ല. അതാ ജനങ്ങള്. അവനെ അല്ലേ ഇത്രയും കാലവും പൊക്കിക്കൊണ്ട് നടന്നിരുന്നത്. കണ്ണനെ പോലെ മനുഷ്യപ്പറ്റുള്ളവരെ ഈ നാട്ടിൽ വേറെയില്ല. അതിനിയെങ്കിലും മനസ്സിലാക്കി കൂടെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. വയസ്സാം കാലത്ത് കഞ്ഞിവെള്ളം കുടിച്ചു കിടക്കാം. അത് മനസ്സിലായി സോമ. ഇനി അതുകൊണ്ട് അവരെ പിണക്കിയിട്ട് എനിക്കൊരു ജീവിതമില്ല. ഇനി ഒറ്റയ്ക്ക് ഓടിച്ചു നോക്ക്. എനിക്ക് പേടിയാ. എന്നാ പിന്നെ ഇപ്പൊ നിർത്തിക്കോ. ഇനി വൈകുന്നേരം നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. നാളെ കൊണ്ട് കാർത്തു ഓക്കെ ആവും. പിന്നെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം. ആണുങ്ങൾ മാത്രം കറങ്ങിയിടുന്നാ പോരല്ലോ, നമുക്കും അതൊക്കെ വേണ്ടേ? ഈ സ്റ്റാൻഡ് വെക്കും. ഗുഡ്. ഇനി വൈകുന്നേരം കാർത്തു തന്നെ ഓടിക്കണം. നാളെ രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞാലേ പയ്യെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം. ഇവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി 4-5 റൗണ്ട് അടിച്ചു കഴിഞ്ഞാ പിന്നെ ബാലൻസ് ആയി. അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്കാ. ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ. അവളൊരു പാചകക്കാരി. നിന്റെ അടുക്കള ഭരണമൊക്കെ ഞാൻ തീർത്തു തരാം. നമുക്ക് മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. അതല്ല, കാറി തുപ്പണമെങ്കിൽ തുപ്പാം. പക്ഷെ പിന്നെ കാശിന് വേറെ ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടണം. നിങ്ങൾ ഇത്രയും മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളായി പോയല്ലോ വിശ്വട്ടാ. അതെ, ഞാനിപ്പോ ചപ്പാത്തിയും ദോശയൊക്കെ കഴിക്കുന്നത്. കഞ്ഞുള്ളവും കുടിക്കും, വറ്റ് കഴിക്കില്ല. അതുകൊണ്ടാ മനുഷ്യപ്പറ്റില്ലാതായി പോയത്. മോളൊരുത്തിയുണ്ട്, ഭർത്താവിന്റെ മുന്നിലൂടെ വേറൊരുത്തന്റെ ബുള്ളറ്റിൽ കയറി പോകുന്ന ഒരുത്തി. എന്നത്തേക്കുണ്ടാവും പ്രസവം? കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ചിലപ്പോ മരുമോൻ ഒന്നും അറിയത്തില്ലായിരിക്കും. എന്നാ കുറച്ചങ്ങോട്ട് വളരുമ്പോ അവന് മനസ്സിലാകും കുഞ്ഞിന് അവന്റെ മോന്തയല്ലാന്ന്. പിന്നെ ഡോക്ടറല്ലേ അവൻ. ഇന്നത്തെ കാലത്ത് ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. അതോടെ അവൻ സ്വാഹ എന്ന് വെച്ചാ ഭാവിയിൽ നീയും മകളും അവൾക്ക് ജനിക്കുന്ന കുഞ്ഞും ഒരു കൂരയിൽ കഴിയേണ്ടി വരുമെന്നർത്ഥം. ആ സമയത്താണ് നിങ്ങൾക്ക് വേണ്ടതൊരു ആൺതുണ. കരുണന്റെ സുഹൃത്തെന്ന നിലയിൽ അതിന് ഞാൻ തയ്യാറാ. ഒരു കണക്കിനെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. ഞാൻ പോവാ. അനുകൂല മറുപടി കിട്ടിയില്ല. അത് ഈ ജന്മം കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. എങ്കി നിന്റെ ജന്മം പാഴായത് തന്നെ. പാഴായിക്കോട്ടെ, കടം കൊടുക്കാനുള്ള ഒരു കൊല്ലട്ടെ. എന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഇംഗ്ലീഷുകാരെ കണ്ട് പഠിക്കണം. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ വല്ലതും പോയാ മതിയായിരുന്നു. ഞാൻ വന്നത് അന്ന് വന്നപ്പോ ചോദിച്ച കാര്യം ചോദിക്കാനാ. ചിട്ടിക്കമ്പനിയിൽ നിന്നും പലിശയ്ക്ക് പണം എടുത്തവരില് ആരെങ്കിലും മനുഷ്യപ്പറ്റുള്ളവരുണ്ടോ? അങ്ങനെയെങ്കില് തൽക്കാലം ഒന്ന് ജീവിച്ചു പോവാം. നീ ഒന്നും ജീവിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല മോനെ. പണം ഇഷ്ടം പോലെ ഉണ്ടാക്കി. അതുകൊണ്ട് ഭാര്യയും മകളും ഒക്കെ എന്നെ സ്നേഹിച്ചു, നീ ഉൾപ്പെടെ. പാപ്പരായപ്പോ എന്നെ ആർക്കും വേണ്ട.
നീ ഇപ്പോഴും വന്നത് എവിടെന്നെങ്കിലും കാശ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയില്ലേ? അറിയാമെങ്കിലും ഞാൻ പറയത്തില്ലടാ. ഇവിടെ ഇപ്പൊ ഞാൻ എല്ലാവരുമായിട്ട് കൂട്ടായി. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ ശരീരവും വഴങ്ങി തുടങ്ങി. പിന്നെ നല്ല ശാപ്പാടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതാ സുഖം. ഒന്നുമില്ലേലും നിന്റെ ഒന്നും മുഖം കാണണ്ടല്ലോ. സകല ബാധ്യതയും വരുത്തി വെച്ചിട്ട് ജയിലിൽ വന്ന് കിടക്കുക. ഡാടാ മര്യാദക്ക് സംസാരിക്കടാ. കണ്ണനെന്റെ ശത്രുവാ. എന്നിട്ടും എല്ലുമുറിയെ അവൻ നിനക്ക് വേണ്ടി മണ്ണിൽ കിടന്ന് കളിച്ചതല്ലടാ. എന്നിട്ട് അവസാനം നീ കൊഞ്ഞനം കുത്തി കാണിച്ചില്ലടാ അവനെ. എടാ, നിനക്കറിയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ട് മലയാളത്തില്, നന്ദി. നീ ആരോടെങ്കിലും നന്ദി കാണിച്ച ഒരു വർഷമോ തീയതിയോ നിനക്ക് ഓർമ്മയുണ്ടോടാ? എനിക്കൊരാഗ്രഹവും ഇല്ല. മരുമോൻ ഡോക്ടറായപ്പോ ഒരു ആശുപത്രി വലിയ ഗമയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതാ. എന്നിട്ട് 1 രൂപയെങ്കിലും അതിൽ നിന്ന് നിനക്ക് മിച്ചം പിടിക്കാൻ പറ്റിയോടാ? ആശുപത്രി നോക്കാനും അറിയത്തില്ല, ഭാര്യയെ നോക്കാനും അറിയത്തില്ല. ഞാൻ അന്തസ്സായിട്ട് തന്നെയാ എന്റെ ഭാര്യയെ നോക്കുന്നത്. ദേ ഇങ്ങനെ നോക്കുന്നുണ്ടാവും അന്തസ്സായിട്ട്. അതിനപ്പുറം വലിയ നോട്ടമൊന്നും ഇല്ല. മോനെ, ഏതായാലും നീ ഒരു വാടക വീട് കണ്ടുവെക്ക്. ഏത് നിമിഷവും തറവാട്ടിൽ നിന്ന് നിനക്ക് പുറത്തു പോകേണ്ടി വരും. പിന്നെ അത്യാവശ്യം ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വെക്കാനും ഒക്കെ പഠിച്ചു വെക്ക്. ഡോക്ടർ അല്ലേടാ. അതൊക്കെ അറിഞ്ഞിരുന്നാലേ നിനക്ക് ജീവിച്ചു പോകാം. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എഴുന്നേക്ക്. എടുത്തേ, നല്ല വേദനയുണ്ടോ? എടുത്തേ, എന്താ എഴുന്നേക്ക്. എന്തു പറ്റി? സ്കൂട്ടറിൽ നിന്ന് പറ്റിയതാ. എവിടെ? എന്താ പറ്റി? സ്കൂട്ടർ ഒന്ന് തട്ടിയതാ. ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നീ എഴുന്നേക്ക്. പിടിക്ക്. പതുക്കെ. ആവശ്യമില്ലാത്ത ഓരോ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ട് പതുക്കെ നടക്ക്. ഞാൻ പറഞ്ഞതല്ലേ എടുത്ത് ഇതൊന്നും വേണ്ടെന്ന്. ഒന്ന് പിടിച്ച പയ്യെ കേറ്. പതുക്കെ. അയ്യോ, ഞാൻ വരണോ അനന്തു? ഓ വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. മിണ്ടാതിരിക്കും മഞ്ജു. അരുണിനോടും ദേവയോടും ഒക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ഏട്ടത്തിയെ വിഷമിപ്പിക്കണ്ടെന്നായിരുന്നു പറച്ചില്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞതാ ഒറ്റയ്ക്ക് ഞാൻ വണ്ടി ഓടിക്കില്ലാന്ന്. ഇപ്പൊ ഈ മുറ്റത്തായതുകൊണ്ട് കുഴപ്പമില്ല. റോഡിലായിരുന്നെങ്കിലോ ഏതെങ്കിലും വണ്ടി പോയി ഇടിക്കത്തില്ലായിരുന്നോ? മോളെ സ്കൂട്ടർ പഠിപ്പിക്കണമെങ്കിൽ അരുൺ പഠിപ്പിച്ചോളും. ഏട്ടത്തിയുടെ കാലിന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ? ദൈവമായിട്ടൊന്നും വരുത്തുന്നില്ല. അപ്പൊ സ്വയം ഓരോന്ന് ചോദിച്ചു വാങ്ങിച്ചോളൂ. എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ലമ്മേ. നീയൊന്നും അറിഞ്ഞില്ലേ? എന്ത്? ഓ, നിന്നെ വിളിച്ച് അറിയിക്കേണ്ട ആളാണല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മഞ്ജു ഹോസ്പിറ്റലാ. ചേച്ചിക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്നൊക്കെ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റൂ. ആരാ കാർത്തുന് സ്കൂട്ടർ പഠിപ്പിക്കാൻ പറഞ്ഞത്? അത് കാർത്തു. കാർത്തു അങ്ങനെ പറയില്ല. അവളെ നിർബന്ധിച്ച് മഞ്ജു സ്കൂട്ടർ പഠിപ്പിച്ചതാ. അതും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ അനന്തുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ട്. അതിന്റെ പിന്നിൽ കാർത്തുവിനോടുള്ള സ്നേഹമല്ല, മറിച്ച് അവളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാ മഞ്ജു സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയത്. നല്ല കാര്യം ചെയ്താലും അമ്മ അതിനൊക്കെ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? കുറച്ചു ദിവസമായി ഞാൻ ഭയക്ക. മഞ്ജു നീയും കാർത്തുവിനെ സ്നേഹിച്ചു തുടങ്ങിയത് മുതല്. അവൾക്കല്ല, കാർത്തുവിന് ഇതുപോലെ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നായിരുന്നു എന്റെ. എങ്ങനെയുണ്ടിപ്പോ? കാലൊന്ന് ചതഞ്ഞിട്ടുണ്ട്. നാളെ പോവാൻ പറ്റിയേക്കും. ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു മഞ്ജു? 2 വീലർ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയെ നിർബന്ധിച്ച് അത് പഠിപ്പിക്കാൻ നോക്കിയത് എന്തിനാ? അതൊരു തെറ്റാണെന്ന് തോന്നാത്തതുകൊണ്ട്. നല്ല ഉദ്ദേശത്തോടെയാണോ നീ കാർത്തൂനെ സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയത്? അനന്തോട്ട് കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പൊ ഇതുപോലുള്ള സംസാരം ഉണ്ടാവുന്നു. നിന്റെയും മാളുവിന്റെയും കാർത്തുവിനോടുള്ള സ്നേഹം പെട്ടെന്നുള്ള സ്നേഹമായിരുന്നു. അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടാവും. ഇപ്പൊ അപകടം ഉണ്ടായിരിക്കുന്നത് കാർത്തൂനല്ല, എനിക്കാ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപകടം വഴിമാറിയെന്ന് വേണം പറയാൻ. ഇത്രയും സമയം അപകടത്തിൽപ്പെട്ട മകളെ കാണാൻ അമ്മ വരുന്നില്ലല്ലോ എന്നുള്ള പരാതിയായിരുന്നു, വേദനയായിരുന്നു. ഒന്നപാടെ അത് തീർന്നു. കുറ്റപ്പെടുത്താനായിരുന്നെങ്കിൽ എന്തിനാ വന്നത്? ദൈവികമായൊരു സ്വാധീനത്തിന്റെ അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പലതവണ കണ്ണേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ പറയാം. അരുണിന്റെ അപ്പച്ചിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാ കാർത്തു. അടുക്കും തോറും അകലാൻ കഴിയാത്തൊരു ബന്ധം ആർക്കാണെങ്കിലും കാർത്തൂരിനോടുണ്ടായി പോവും. ഇപ്പൊ തന്നെ ഞാൻ എന്റെ മോളെക്കാളും ഒരു പടി മുകളിലാ കാർത്തൂനെ സ്നേഹിക്കുന്നേ. അതുപോലെ തന്നെയാണ് അപ്പച്ചിന്നും കൂട്ടിക്കോ. കണ്ണേട്ടൻ കരുതുന്ന പോലെയൊന്നും അല്ല. ഒരു നിമിഷം പോലും കാർത്തൂനെ കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പച്ചി. ഇപ്പൊ തന്നെ ഏട്ടത്തേക്ക് സ്കൂട്ടർ അടിച്ച് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞപ്പോഴും കാർത്തു എന്തിനാ അതിനൊക്കെ നിന്നു കൊടുത്തെന്നാ ചോദിച്ചേ. അപ്പോഴും ഏട്ടത്തേക്ക് ആക്സിഡന്റ് ഉണ്ടായ എന്റെ ഒരു ഫീലിങ്സും ഇല്ല അപ്പച്ചിക്ക്. അത് സത്യം പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ അതിന്റെ കാരണമെന്ന് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചി കാർത്തൂന് ദോഷം ഉണ്ടാവാൻ വേണ്ടി നാഗദൈവങ്ങളുടെ അരികിൽ പോയി എന്നിട്ട് വിഷം തീണ്ടിയതാർക്കാ. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുന്ന ആർക്കറിയാം. കാർത്തൂനെ സ്കൂട്ടർ പഠിപ്പിച്ചത് മറ്റൊരു അപകടം മുമ്പിൽ കണ്ടിട്ടാണെന്ന് അരുണിന്റെ അപ്പച്ചി മനസ്സിലാക്കി കാണും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എടാ നീ അല്ലേടാ എന്നെ പറ്റിച്ചത്. ഭൂലോക പാഴായ ദുഷ്ടയായ നിന്റെ മോളെ ഉണ്ണിയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി നീ എന്തെല്ലാം അടപാടാ പയറ്റിയത്? അപ്പൊ ജയിലിൽ കിടന്ന് നരയിക്കുന്ന നിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്നും ഒന്ന് കാണണ്ടേ? നിങ്ങളിപ്പം മൂത്ത മോന്റെ കൂടെ താമസം തുടങ്ങിയില്ലേ? ഇനി അവര് മുടിഞ്ഞോളും. ഇല്ലടാ, ഇനി മുടിയാൻ പോണതേ നിന്റെ മോളും കെട്ടിയോളുവാ. പിന്നെ നന്ദി കെട്ട എന്റെ ഇളയ മോനും. ഡാ, നീ അരുൺമോന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഒന്ന് പോണം. കാർത്തുവേ ഇപ്പൊ റാണിയെ പോലെ അവിടെ കഴിയുന്ന. റാണിയെ പോലെ. നിന്റെ മോളോ അന്യന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുക. പിന്നെ കെട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അവളെ 2 ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി കണ്ടായിരുന്നു. അഴിഞ്ഞാടി നടക്കുക. ആർക്കൊപ്പം? നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, തലയിൽ മുടിയില്ലാത്ത ഒരുത്തൻ. അവനുമായിട്ട് വലിയ ലോകത്തിലാണെന്നാ കേട്ടെ. എടാ, അവൻ പെണ്ണ് കെട്ടിയിട്ടൊന്നുമില്ല. മിക്കവാറും നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവള് അവന്റെ കൂടെ ജീവിക്കുന്നത് കാണാം. ഞാൻ കൊല്ലും. എടാ മണ്ട, നീ നേരത്തെ നിന്റെ ഭാര്യയെ മോളെ കൊന്നിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. എങ്കിൽ നീ സാമാന്യം തരക്കേടില്ലാതെ ജീവിച്ചു പോയേനെ. അവളുമാരെ കൊന്നിട്ട് ജയിലിൽ വന്ന് കിടന്നിരുന്നെങ്കിൽ അതിന് ഒരന്തസ്സുണ്ടായിരുന്നു. വിശ്വനെയും സുധയും ഒന്നിച്ച് ചേച്ചി എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? പിന്നെ എനിക്ക് അത് നോക്കി നടക്കലല്ലേ പണി. പിന്നെ അമ്പലത്തിൽ പോയപ്പം പലരും പറയുന്ന കേട്ടു വിശ്വന്റെ വീട്ടിലെ അവള് പോകാറുണ്ടെന്ന്. എന്റെ മനസ്സിൽ കുറ്റബോധവും നിരാശയൊക്കെയാണ്. ചില നേരത്ത് തോന്നും അച്ഛൻ പോകാറുള്ള ആശ്രമത്തിലേക്ക് പോയാലോ എന്ന്. മാളുവിന്റെ കാര്യം കൂടി കഴിഞ്ഞ പിന്നെ കുട്ടികളൊക്കെ സേഫായി. അതിനുശേഷം ശാന്തമായൊരു ജീവിതമാണ് വേണ്ടത്. നമ്മുടെ വിവാഹശേഷം താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ നേരത്ത് ജീവിതം എടുത്ത് താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് സഹിക്കാവുന്ന കാര്യമല്ല. എന്തിനും പരിഹാരം കണ്ടെത്താം താൻ കൂടെ ഉണ്ടെങ്കിൽ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. തലവേദന ഉണ്ടോ? തലയ്ക്കകത്ത് മാത്രമല്ല
ശരീരമാകെ വേദനയുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണില്ല. എന്തൊക്കെയോ ദുരന്തം ഉടനെ സംഭവിക്കുമെന്ന് ഒരു പേടി പോലെ. ഇപ്പം ദേവിയുടെ വേവലാതി മോളെ കുറിച്ചാ. എന്നെ ഓർത്ത് എന്തിനാ അപ്പച്ചി വേദനിക്കുന്നെ? മഞ്ജുവും മാളുവും മോളെ എന്തെങ്കിലും ചെയ്യുമെന്നാ ദേവിയുടെ ഭയം. സ്കൂട്ടർ തട്ടി പരിക്ക് പറ്റിയതേ മഞ്ജുവിനാ. പക്ഷേ മോൾക്ക് കരുതി വെച്ച അപകടം മാറിപ്പോയെന്നാ ദേവ ചിന്തിക്കുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ? അതില് ദേവിയെ കുറ്റം പറയാൻ പറ്റില്ല മോളെ. അതേ സംശയം എനിക്കും അരുണിനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല മഞ്ജുവിനെ മാളുവിനെ. ഇതുവരെ മാളു ഒരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും അരുണാണോന്നറിയില്ല. അങ്ങനെയെങ്കിൽ ചേച്ചിയും അനീത്തിയും കൂടെ പലതും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. സ്വന്തം അമ്മ തന്നെ മക്കളെ സംശയിക്കുന്നെങ്കിൽ അതില് കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. ഇടയ്ക്കിടയ്ക്ക് ദേവേന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന സമയത്തെല്ലാം കാർത്തുവിനെ ശ്രദ്ധിച്ചോണേന്നാ പറയണത്. ഉള്ളിൽ ഭയം കിടക്കുന്നുണ്ടല്ലേ ഏതു നേരവും അങ്ങനെ പറയണത്. കാർത്തു എനിക്ക് അരുണിന്റെ ഭാര്യ മാത്രമല്ല സ്വന്തം മോളെ പോലെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അമ്മയില്ലാത്ത മോൾക്ക് ഒരുപാട് പേരെ അമ്മയായി കിട്ടിയെന്ന് വേണം പറയാൻ. ആദ്യം കണ്ണന്റെ ഭാര്യ ഏട്ടത്തിമ്മയായിട്ട് വന്നു, പിന്നെ ഞാൻ, ഇപ്പൊ ദേവ. ഞങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് മോളുടെ കണ്ണ് നനയരുതെന്ന്. അതുകൊണ്ടാ മോളുടെ കാര്യം വരുമ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്. മഞ്ജുവിന് അപകടം ഉണ്ടായെങ്കിൽ അതവള് മനഃപൂർവ്വം വരുത്തി വെച്ചതാ. ഇപ്പൊ മോളെ സ്കൂട്ടർ പഠിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? അനന്തു പോലും അതിനെ എതിർത്തതാ, എന്നിട്ടും കേട്ടില്ല. അതുകൊണ്ടാ ആർക്കും അവളുടെ കാര്യത്തിൽ വേദന തോന്നാത്തത്. എന്തു പറ്റിയതാ? ഒന്നും അറിയില്ല. അപ്പച്ചി ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് അങ്കിളടയ്ക്ക് പറഞ്ഞിരുന്നു. അതിൽ കാര്യമുണ്ട് കണ്ണേട്ടാ. ഇങ്ങനൊരു അപ്പച്ചി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തിനൊക്കെ അപ്പച്ചി ഭയക്കുന്നുണ്ട്. അതിന്റെ കാരണം കണ്ണേട്ടൻ മാത്രം അറിയൂ. പരമാവധി അപ്പച്ചിക്ക് ആശ്വാസം കൊടുക്കുക. അരുണ്ട അപ്പച്ചിക്ക് ഒരുപാട് മാനസിക പ്രശ്നമുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ. അതെന്താണെന്ന് എന്നോട് ചോദിക്കരുതെന്നും. എന്താ കണ്ണേട്ടാ പുറത്തു പറയാൻ പറ്റാത്തതായിട്ട്? ഓരോ മനുഷ്യരുടെ ജീവിതത്തില് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല അരുണേ. അരുണ്ട അപ്പച്ചി പാവമാ. നമ്മളെയൊക്കെ പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവൻ നൽകുന്ന സ്വഭാവക്കാരിയാ. അതുകൊണ്ടാ പറഞ്ഞേ, സംശയിക്കാതെ ഉള്ളി തട്ടിയുള്ള സ്നേഹം കൊടുക്കാൻ. അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല. കാർത്തൂനെ സ്നേഹിക്കുന്ന അപ്പച്ചി അതോടൊപ്പം തന്നെ സ്വന്തം മക്കളെ ഭയക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ടനോട്, ഏട്ടത്തിക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞ ശേഷം കാർത്തൂനോട് സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. അതും അപ്പച്ചിയുടെ മനസ്സിനെ ഇളക്കി മറിച്ചിരുന്നു. ചില നേരത്ത് തോന്നിയിട്ടുണ്ട് കാർത്തു അപ്പച്ചിക്ക് ജനിക്കാതെ പോയ മകളാണോന്ന്. അന്നും ഇന്നും ആരെങ്കിലും ഒരാൾ ചാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനാ, അവൻ മാത്ര. ഈ നാട്ടിലാണോ അയാൾ താമസിക്കുന്നത്? എനിക്കറിയില്ല. അവൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും അറിയില്ല. സ്വസ്ഥമായ എന്റെ മകളുടെ ജീവിതം താറുമാറാക്കാനാണെങ്കിൽ എന്റെ പ്രായവും സന്യാസ ജീവിതവും ഞാനങ്ങ് മറക്കും. സാറിനെ പോലൊരാള് ഒന്നും ചെയ്യണ്ട സാർ. അവൻ ഒരുമ്പെട്ടാണ് ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. എനിക്കൊപ്പം നിൽക്കാൻ മറ്റു ചിലർ കൂടിയുണ്ട്. അത് അരുണിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. എല്ലാം അറിയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണ് കണ്ണനെന്ന്. സാറേ, തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ജയിലിലേക്ക് പോയത്. സാറിനെ പോലെ തന്നെ ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പിന്നെ ഒരു തരത്തിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും സാർ? നമ്മൾ ആയുധം എടുത്തേ തീരുമെന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ
ചോര കണ്ടേ മതിയോ? ഞാൻ എന്റെ മോളുടെ അരികിലേക്ക് പോയില്ല. അവളെ വിളിച്ചു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവളിപ്പോ. ഈ സമയത്ത് ഒരുപക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് കാർത്തുമോൾ അരികിൽ വേണമെന്നായിരിക്കും. കാർത്തൂനും അരുണിന്റെ അപ്പച്ചിയുടെ അടുത്തേക്ക് പോകാൻ വലിയ താല്പര്യ. കണ്ണനൊന്ന് പറയണം, നാളെ തന്നെ മോളോട് പോയി ദേവയെ കാണാൻ. എന്നാലും കുഴപ്പമില്ല, കാർത്തൂനൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ സ്കൂട്ടർ ഓടിച്ചു നോക്കിയോ കാർത്തു? ഇനി വേണ്ടെന്ന് അപ്പച്ചി അരുൺ സാറും ഒക്കെ പറഞ്ഞു. നല്ല ഉദ്ദേശത്തോടാ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കിയേ. പക്ഷെ എല്ലാരും എന്നെ തെറ്റിദ്ധരിച്ചു. മുമ്പൊക്കെ ഞങ്ങൾ മക്കൾക്ക് ചെറിയൊരു പനി വന്ന ഞങ്ങളുടെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു അമ്മ. ഇപ്പൊ അതൊക്കെ പോയി. അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ലാതായി. ഞാൻ അപ്പച്ചിയോട് പറഞ്ഞതാ ഏട്ടത്തിയുടെ അടുത്ത് വന്ന് കൂട്ടിരിക്കണോന്ന്. പിന്നെ അപ്പച്ചിക്ക് എന്തോ തളർച്ച വന്നൊന്നും അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ എന്റെ അടുത്തോട്ട് വരാതിരിക്കാനുള്ള അടവാ. അങ്ങനെ ഏട്ടത്തിയുടെ സ്നേഹം കുറയേണ്ട കാര്യം എന്താ? കാർത്തൂനെ ഇവൾ അപകടപ്പെടുത്താൻ വേണ്ടിയാ സ്കൂട്ടർ പഠിപ്പിച്ചെന്നാ ഇപ്പൊ അപ്പച്ചി ഉൾപ്പെടെയുള്ളവരുടെ വിശ്വാസം. അതിന്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു മാറി നിന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുകളിലിരിക്കുന്ന ആൾക്ക് എല്ലാം അറിയാം. ഞാൻ കാർത്തൂന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. സ്കൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങി. എന്നിട്ടും എന്റെ ആത്മാർത്ഥത ആരും കാണുന്നില്ല. എനിക്ക് ഏട്ടത്തിയെ ഒരു സംശയമില്ല. അത് മതി കാർത്തു. ഏതായാലും ഞാനും ഇനി നിന്നെ സ്കൂട്ടർ പഠിപ്പിക്കുന്നില്ല. വെറുതെ എന്തിനാ പഴി കേൾക്കുന്നത്? ആ 2 ദിവസം കാലനക്കാതെ കിടക്കണോന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെല്ലാം ശരിയായിക്കോളൂന്നും പറഞ്ഞു. അത് കഴിഞ്ഞു വേണം നിനക്കൊപ്പം നിന്ന് അടുക്കള പണിയൊക്കെ പഠിക്കാൻ. ശരത്തേട്ടന് ഇനി ഞാൻ പഴയ ദേവനന്ദ ആകരുതെന്നേ ആഗ്രഹമുള്ളൂ. തന്നോട് ഞാൻ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാ, എന്നാലും പറയാതെ നിവൃത്തിയില്ല. ഇനി ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് താൻ ഇഷ്ടപ്പെടാത്ത ആളെ കാണേണ്ടി വരും. ഡോക്ടർ ജീവന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. നമ്മുടെ സംസാരത്തിനിടയ്ക്ക് എന്തിനാ അവന്റെ വിഷയം എടുത്തിടുന്നത്? എടോ, മനഃപൂർവ്വം അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളിനി അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഇവിടെ സ്ഥിരതാമസം ആക്കിയിരിക്കേ. പിന്നെ തന്റെ ശാപം കൊണ്ടായിരിക്കാം ഗൈനക്കോളജിയില് സ്വന്തം നാട്ടിലും വിദേശത്തും ഒക്കെ പേരെടുത്തിട്ടും കുട്ടികളില്ലാത്ത പല ദമ്പതിമാരുടെയും നിരാശ മാറ്റിയിട്ടും അയാളോട് മാത്രം ദൈവം കനിഞ്ഞില്ല. അയാൾക്ക് കുട്ടികളില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരെ, പ്രാക്ടീസ് ചെയ്തതും ഒന്നിച്ച. അന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ വഴിയാ ഈ വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. അവനെക്കുറിച്ച് അറിയുന്ന വിവരങ്ങളൊന്നും ഇവിടെ ഒന്നും പറയണ്ട. എനിക്കതൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ തന്നോട്. അയാളെ ഒന്ന് കണ്ട ശേഷം കിടപ്പിലായ തനിക്ക് ഇതുവരെ ഉന്മേഷത്തോടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിട്ടില്ല. അതറിയാവുന്നതുകൊണ്ടാ ഒരു മുന്നറിയിപ്പ് തന്നത്.